സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാൽ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവീക ശക്തനാ ദൈവമേ, നാഗരാമങ്ങളെ വാഴ്ത്തുന്നു, ഏകാത്മജാലേവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, നാഥനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവണി ഹണ്ടാവേ, കാരുണ്യം തോകണേങ്ങളിൽ. ലോകത്തിൻ പാവണി ഹണ്ടാവേ, എങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തെ നേർവലമാകത്തെരുന്നേടു, എങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തോകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുദേ, നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവ യേശുവേ, അംഗമാത്രം പരിപാവനൻ, അംഗുതനേകനാഥനു, അംഗമാത്രം പരമോന്നതൻ, തൃക്കൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അത്ഭുതകരമായ സംവിധാനത്താൽ മാലാഖമാരുടെയും മനുഷ്യരുടെയും ശുശ്രൂഷാധർമ്മങ്ങൾ അങ്ങ് ക്രമപ്പെടുത്തുന്നുവല്ലോ. സ്വർഗത്തിൽ അങ്ങേക്ക് നിരന്തരം ശുശ്രൂഷ ചെയ്യുന്ന അവർ ഭൂമിയിൽ ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാനും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്തു യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം സഹ്രലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക്
വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടെ അവൻ്റെ ദൂതന്മാരും സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരെ ദുഷ്ടിക്കുകയും രാപ്പകൽ ദൈവസമസ്കലം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെയും വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. ജീവൻ നൽകുവാനും അവർ തയ്യാറായി. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, മാലാഹമാരുടെ മുൻപിൽ ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തും. കർത്താവെ, മാലാഹമാരുടെ മുൻപിൽ ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തും. കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു. കർത്താവെ, മാലാഖമാരുടെ മുൻപിൽ ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തും. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തയെയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരളി. അവിടുന്ന് എൻ്റെ ആത്മാവിന് ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. കർത്താവെ, മാലാഖമാരുടെ മുൻപിൽ ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തും. കർത്താവെ, ഭൂമിയിലെ സകല രാജാക്കന്മാരും അങ്ങയെ പ്രകീർത്തിക്കും. എന്തെന്നാൽ അവർ അങ്ങയുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു. അവർ കർത്താവിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് പാടും. എന്തെന്നാൽ കർത്താവിൻ്റെ മഹത്വം വലുതാണ്. കർത്താവെ, മാലാഖമാരുടെ മുൻപിൽ ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്ന ദാസരുടെ ഊഹങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്നുള്ള വായന. ഒന്നാം അധ്യായം 47 മുതലുള്ള വാക്യങ്ങൾ. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനിയേൽ പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. യേശു പറഞ്ഞു, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, മുഖ്യദൂതന്മാരുടെ തിരുനാളിൻ്റെ വിശുദ്ധ മിഖായേലിൻ്റെയും വിശുദ്ധ ഗബ്രിയേലിൻ്റെയും വിശുദ്ധ റാഫേലിൻ്റെയും തിരുനാളിൻ്റെ ആശംസകൾ നേരുകയാണ്. നമുക്ക് ഇവരോട് നല്ല പരിചയമുണ്ട്. നമുക്ക് അറിഞ്ഞോ അറിയാതെയും മാലാഖമാരോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അത് യാഥാർത്ഥ്യമാണ്, സത്യമായിട്ടുള്ളൊരു കാര്യമാണ് മാലാഖമാരുടെ സാന്നിധ്യം. സങ്കീർത്തനം 91 നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നവരാണ്. അതിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വരികളാണ് 11-12 വചനം. സങ്കീർത്തനം 91 11-12 വചനം. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് നിൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിൻ്റെ പാദം
കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. എല്ലാവരും തന്നെ വായിക്കുന്നതാണ് കുടുംബത്തിൽ. അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ ഇത് പറയുന്നതെന്നറിയില്ല. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ വളരെ അർത്ഥവത്താണ്, നമുക്കത് ഉപകാരപ്രദമാണ്. ഇനി കുഞ്ഞുങ്ങൾക്ക് പഠിക്കാവുന്ന മറ്റൊരു വചനം കൂടിയാണ്. ഭയമെന്ന് പറയുമ്പോൾ ഇവൾക്കല്ലെങ്കിൽ പ്രത്യേക ഭയമാണച്ച എന്ന് പറയുമ്പോൾ സാധാരണ പറഞ്ഞു കൊടുക്കുന്നൊരു വചനമാണ് സങ്കീർത്തനം 34:7. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ചവരെ രക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ചവരെ രക്ഷിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു കാര്യം. വാഹനം ഓടിക്കുന്നവർക്ക് ഈ വചനങ്ങൾ പഠിക്കാൻ നല്ലതാണ്. നിൻ്റെ വഴികൾ നിന്നെ കാത്തുപാലിക്കാൻ ദൂതന്മാരോട് കൽപ്പിക്കും, നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സങ്കീർത്തനം 91, 11, 12 വചനങ്ങളുടെ അഭിഷേക ശക്തിയാൽ ഈ വാഹനം ഓടിക്കുമ്പോൾ എനിക്ക് ശക്തമായ ദൈവിക സംരക്ഷണം തരണമേ. സങ്കീർത്തനം 34:7 കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവർ രക്ഷിക്കുന്നു. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ എൻ്റെ വാഹനത്തിന് ചുറ്റും, നിരത്തുകളിൽ ഓടിക്കുന്ന മറ്റു വാഹനങ്ങളുടെ ചുറ്റും മാലാഖമാരുടെ അകമ്പടി നൽകി സംരക്ഷിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കാവുന്ന നല്ല വചനം. നമുക്കപ്പോൾ കൂടുതൽ മാലാഖമാരെക്കുറിച്ചുള്ളൊരു അവയർനെസ് എപ്പോഴും നിലനിർത്താനായിട്ട് സാധിക്കും. ഒരിടത്ത് വായിച്ചത് ഇങ്ങനെയാണ്, AD 530 മാലാഖമാരുടെ തിരുനാൾ സഭയിൽ ആരംഭിച്ചതെന്ന് മനസ്സിലാക്കിയാണ്. 9 ഗണം മാലാഖമാരുണ്ട്. അതിൽ 2ാമത്തെ ഗണമാണ് മുഖ്യദൂതന്മാർ. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാകാം, ഒരു പാട്ടിൻ്റെ വരികളിൽ അത് എഴുതി ചേർത്തിട്ടുണ്ട്. ക്രോവേന്മാരെ ശ്രാപ്പേന്മാരെ ജ്ഞാനാധികരെ ഭദ്രാസനരെ അധികാരികളെ താത്വികന്മാരെ. ക്രോവേന്മാരെ ശ്രാപ്പേന്മാരെ ജ്ഞാനാധികരെ ഭദ്രാസനരെ അധികാരികളെ താത്വികന്മാരെ ബലവാന്മാരെ മുഖ്യദൂതരെ ദൈവദൂതഗണമേ. 9 സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരേണമേ. ഈ പാട്ട് പഠിച്ച് ഈ 9 ഗണം പഠിക്കാൻ എളുപ്പം. അതിൻ്റെ തുടക്കം ഇങ്ങനെ, മാലാഖേ മാലാഖേ എൻ്റെ കാവൽ മാലാഖേ സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരേണമേ. അപ്പോൾ ഇങ്ങനെ 9 ഗണം മാലാഖമാരുണ്ട് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിൽ മിഖായേൽ മാലാഖ ഇന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ പേരിൻ്റെ അർത്ഥം ദൈവം സംരക്ഷിക്കാൻ, ദൈവത്തെ പോലെ ആരുണ്ട് എന്നാണ്. ദൈവത്തെ പോലെ ആരുണ്ട്, അതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം. ഈ മിഖായേൽ മാലാഖയുടെ ദൗത്യം സംരക്ഷണമാണ്. സംരക്ഷണം, നമ്മളെ സംരക്ഷിക്കുക, രാജ്യങ്ങളെ സംരക്ഷിക്കുക. പല രാജ്യങ്ങളും മിഖായേൽ മാലാഖയെ അവരുടെ മധ്യസ്ഥനായിട്ട് അവർ വണങ്ങുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ വാതിക്കൽ തന്നെ മിഖായേൽ മാലാഖയുടെ ഫോട്ടോ വയ്ക്കാറുണ്ട്. ഈ വീടിന് സംരക്ഷണം നൽകണമേ. ഇനി ഗബ്രിയേൽ മാലാഖ യഥാർത്ഥത്തിൽ സന്ദേശമയക്കുന്ന മാലാഖയാണ്. തപാൽ ഉദ്യോഗസ്ഥരുടെ മധ്യസ്ഥനാണ്. അത് സമാശ്വാസം നൽകുന്ന മാലാഖ കൂടിയാണ്. ദൈവത്തിൻ്റെ ശക്തൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ ഗബ്രിയേൽ മാലാഖയാണല്ലോ മറിയത്തിന്, സക്കറിയായ്ക്കൊക്കെ ദൈവത്തിൻ്റെ വെളിപാട് അവരെ അറിയിച്ചത്. അപ്പോൾ മാതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മംഗളവാർത്ത എന്ന് പറയുമ്പോഴും മാതാവിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര മംഗളകരമായ വാർത്തയല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഗബ്രിയേൽ മാലാഖ വന്നത് ഈ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അത് ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു ശക്തി, ഒരു ആശ്വാസം അതുകൂടി ഗബ്രിയേൽ മാലാഖ കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാണ്. ഈ മാലാഖ ആയിരിക്കണം ഈശോ ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൂക്ക 22:43 ഒരു മാലാഖ ഈശോയുടെ അടുക്കൽ വന്ന്, ഒരു ദൂതൻ വന്ന് ഈശോയുടെ അടുക്കൽ വന്ന് സംരക്ഷണം നൽകിയായിട്ട് പ്രത്യേകം, അതായത് അതെങ്ങനെയാണ്, അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അത് ഗബ്രിയേൽ മാലാഖയാണെന്നാണ് പറയപ്പെടുക. ഇനി നമ്മൾ റഫായേൽ മാലാഖ, അത് യഹോവാ റാഫ സൗഖ്യദായകൻ, അങ്ങനെ ഒരു പാട്ടുണ്ട്. അപ്പോൾ റാഫ എന്ന് പറഞ്ഞ സൗഖ്യം നൽകുന്ന, റഫായേൽ സൗഖ്യം, സുഖപ്പെടുത്തുന്നത്, ദൈവം സൗഖ്യപ്പെടുത്തുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇവരുടെ ദൗത്യം സംരക്ഷണം, സമാശ്വാസം, സൗഖ്യം, അതാണ്. ഇനി നമ്മൾ ഇന്നത്തെ വായന വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് വായിച്ചു കേട്ടത്. യോഹന്നാനെ കൊണ്ട് വെളിപാട് എഴുതിച്ചത് മിഖായേൽ മാലാഖയാണെന്നാണ് പറയപ്പെടുക. വെളിപാടിൻ്റെ പുസ്തകം യോഹന്നാനെ കൊണ്ട് എഴുതിച്ചത്. ഇനി ലൂസിഫർ, അഹങ്കാരിയായ മാലാഖം, ലൂസിഫറിനെ
അവിടെ നിന്ന് മാലാഖമാരുടെ ഗണത്തിൽ നിന്ന് പുറത്താക്കുന്ന കൂട്ടത്തിൽ മിഖായേൽ മാലാഖയ്ക്ക് അതിന് റോളുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഗബ്രിയേൽ മാലാഖ നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അത് ഇന്നത്തെ വായന 2 ഓപ്ഷൻസാണ് ഉള്ളത്. മറ്റൊരു വായന ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്, ഇന്ന് വായിച്ചത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന്. അപ്പോൾ സക്കറിയ അതുപോലെ തന്നെ മറിയം അവർക്കൊക്കെ സന്ദേശം നൽകുന്നത് നമുക്കറിയാമല്ലോ. ഇനി ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചത്. ഇനി റഫായേൽ മാലാഖയെ നമ്മൾ കാണുന്നത് തോബീത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. തോബീത്തിൻ്റെ പുസ്തകത്തിൽ. ഇനി ബേത്സദാ കുളം, അവിടെ രോഗികൾക്ക് സൗഖ്യം നൽകുന്ന കുളമാണ്. അത് വെള്ളമിളക്കുന്നത് റഫായേൽ മാലാഖയാണെന്ന് പറയുന്നുണ്ട്. അതൊരു പഠനമാണത്. ഇനി നമുക്ക് ബൈബിളിലൂടെ 1, 2, 3 കഥാപാത്രങ്ങളിലൂടെ പോയാൽ ഈ മാലാഖമാരുടെ സാന്നിധ്യം നമുക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാലാഖമാരുടെ സാന്നിധ്യം, ഞാൻ എൻ്റെ ഒരു ധ്യാന ചിന്തയാണ്. നമ്മുടെ ധൂർത്തപുത്രൻ സ്വത്തൊക്കെ വാങ്ങിച്ച് ദൂരെ പോയി ഇങ്ങനെ അവനെല്ലാം നശിപ്പിച്ചു. അപ്പോൾ ചിലപ്പോൾ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകാം. പലരും ഇങ്ങനെ മദ്യത്തിന് മയക്കമരുന്നിനൊക്കെ അടിപ്പെട്ട് പിന്നെ ഒരു വീണ്ടും വിചാരമില്ലാതെ അങ്ങനെ ആകാം. നമ്മുടെ തലച്ചോറിലെ 12 നെർവുകളുണ്ട്. ഇപ്പം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഈ നെർവുകൾക്കാണ് പെട്ടെന്ന് അത് പടർന്നു പിടിക്കുക, അഫക്റ്റ് ആവും. അപ്പോൾ വീണ്ടും വിചാരം നഷ്ടപ്പെട്ടു പോവാം. അപ്പോൾ ഈ ധൂർത്തപുത്രനെ ഇങ്ങനെ വീട്ടിൽ നിന്ന് അകന്നു പോയിട്ടും ഒരു ദൈവിക സംരക്ഷണം കൊടുത്തത് മിഖായേൽ മാലാഖയായിരിക്കും. ഇനി പന്നിക്കൂട്ടി കിടക്കുമ്പോൾ വീട്ടിൽ നിന്ന് വന്ന് വിളിക്കാൻ ആരാ ഉള്ളത്? ആരെങ്കിലും വന്ന് വിളിച്ചോ? ഇനി പന്നിക്കൂട്ടിൽ നിന്ന് നമ്മൾ ആടുജീവിതം സിനിമ കണ്ടതല്ലേ, അവിടെ ആടുജീവിതത്തിലെ കഥാപാത്രത്തെ സഹായിക്കാൻ മറ്റു പലരും ഉണ്ട്. പക്ഷേ പന്നിക്കൂട്ടി കിടക്കുന്ന ഇവനെ എടാ വീട്ടിൽ പോടാ എന്ന് പറയാൻ ആരുമില്ല. അപ്പോൾ ആരാണ് സഹായിച്ചത്? ദൈവത്തിന് സന്ദേശം കൊടുത്തത് ആരാ? ലൂക്ക 15:17. അപ്പോൾ അവന് സുബോധമുണ്ടായി. അപ്പോൾ അതാണ് ഗബ്രിയേൽ മാലാഖയുടെ ഒരു സാന്നിധ്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും മൂത്ത മകൻ ഇങ്ങനെ പെരുവിർത്തോണ്ടിരിക്കുക. വേണമെങ്കിൽ ഇവന് അതിനൊരു മറുപടിയൊക്കെ കൊടുക്കാം. നമ്മളാണെങ്കിൽ അപ്പൻ നല്ല പൊന്നുപോലെ സ്വീകരിച്ചു, വസ്ത്രമൊക്കെ കൊടുത്തു, മോതിരമൊക്കെ കൊടുത്തു, അല്ല അടിപൊളിയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് മൂത്ത മകൻ്റെ വരവ്. മൂത്ത മകൻ ഇങ്ങനെ പെരുവിർത്തോണ്ടിരിക്കുക. അപ്പോൾ ഇത് കേൾക്കുന്നവന് ഒന്നുകിൽ ഇറങ്ങിപ്പോകാം. കാരണം ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല, കാരണം ഞാൻ വന്നത് ചേട്ടന് പിടിച്ചിട്ടില്ല, ചേട്ടന് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞാനിനി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അവന് വേണമെങ്കിൽ തിരിച്ചു പോവാം. അല്ലെങ്കിൽ അവന് മറുപടി പറയാം, നീ പോടാ, ഞാൻ വന്നത് അത് വരികയും ചെയ്യും പോവുകയും ചെയ്യും, നീ ആരാ അത് ചോദിക്കാൻ? ഞാൻ വന്നത് അപ്പന് കുഴപ്പമില്ലല്ലോ, നിനക്ക് പിന്നെ എന്താ കുഴപ്പം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇങ്ങനൊരു മറുപടിയൊന്നും ഈ ധൂർത്തപുത്രൻ ഇളയ മകൻ പറയുന്നില്ല. അത് ആന്തരിക സൗഖ്യമാണ്. അവിടെ ഒരു റഫായേൽ മാലാഖയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. ഞാനിത് പറയുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ 3 മാലാഖമാരുടെയും സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമുക്കത് അവരെ ക്ഷണിച്ച് വരുത്താൻ സാധിക്കും. അവരുടെ സഹായം നമുക്ക് എന്തോരം തെറ്റാ പറ്റുന്നത്. ചില ആളുകൾ ചില മനുഷ്യരോട് പോയി ചോദിക്കുന്നുണ്ട് ഭാവി കാര്യങ്ങൾ. പ്രത്യേകിച്ച് കരിസ്മാറ്റിക് ധ്യാന ശുശ്രൂഷയുടെ ഒക്കെ ഭാഗമായി ഇങ്ങനെ കൗൺസിലർമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അവരോട് പോയി ചോദിക്കും. എനിക്ക് തോന്നുന്നത് ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയല്ല. സുഭാഷിതങ്ങളുടെ പുസ്തകം 25-2 നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. ഒന്നും പറഞ്ഞു തരികയില്ല. ചെങ്കടലിന് മുമ്പിൽ നിൽക്കുമ്പോഴും അവർക്കറിയില്ല ഇതെന്താ ചെയ്യാൻ പോയെന്ന്. ദൈവം പറഞ്ഞു തരില്ല. അവസാന നിമിഷം വരെ ദൈവം എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു തരില്ല. അതാണ് ദൈവം. ഇത് ഓരോരുത്തരും ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ദൈവം മുന്നേ കൂട്ടി പറഞ്ഞു തരില്ല. അപ്പോൾ ദൈവം പോലും, അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11:33 ദൈവത്തിൻ്റെ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആഴം എന്ന് പറയുന്ന അത് ആർക്ക് ഗ്രഹിക്കാൻ പറ്റും? ദുർജ്ഞേയം എന്ന് പറയുന്നൊരു വചനമുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ എങ്ങനെ ഒരു മനുഷ്യൻ നമ്മളോട് നമ്മുടെ ഭാവി കാര്യങ്ങൾ പറയുന്നത്? ദൈവത്തിന് മാത്രമേ നമ്മളെക്കുറിച്ച് അറിവുള്ളൂ. എങ്ങനെ ഒരു മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കും? അപ്പോൾ മനുഷ്യരൊക്കെ ദൈവങ്ങളായി മാറില്ലേ? അത് നടക്കില്ല. അപ്പോൾ അങ്ങനെ കെണിയിൽപ്പെട്ട ഒരാളെ ഞാൻ ഇന്ന് കണ്ടുമുട്ടാനിടയായി. അയാൾ ഇങ്ങനെ കൗൺസിലർമാർ പറഞ്ഞ കണക്ക് ഒരു വിവാഹ കാര്യത്തിലേക്ക് പ്രവേശിച്ചു. ഇത് നടന്നില്ലെങ്കിൽ പിന്നെ വിവാഹമില്ല എന്ന് പറഞ്ഞ് ആകെ പെട്ട് കെണി കിടക്കുക. അപ്പോൾ അതാണ് മനുഷ്യർക്ക് ഇത് വെളിപ്പെടുത്താൻ പറ്റില്ല. അത് ഈ മാലാഖമാരെ ദൈവം നമുക്ക് തന്നിരിക്കുക. മാലാഖമാരോട് ചോദിക്കുക, എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? മാലാഖേ, എനിക്കൊന്നൊരു കാര്യമുണ്ട്, എനിക്കൊന്ന് വഴി പറഞ്ഞതാ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കണം. ഇനി നമ്മൾ സഖ്യവൂസിൻ്റെ കഥ എടുക്കുമ്പോഴും സഖ്യവൂസിന്
ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, കുറച്ചൊരു 19 വയസ്സുള്ള ഒരാളാണ് സഖ്യവൂസെങ്കിൽ, സഖ്യവൂസം മരത്തിൽ കയറുമ്പോൾ അവിടെ നിന്ന് ഉരുണ്ട് താഴെ വീഴാമല്ലോ. എന്തുകൊണ്ട് താഴെ വീണില്ല? അത് ദൈവത്തിൻ്റെ സംരക്ഷണമല്ലേ? അത് ദൈവത്തിൻ്റെ സംരക്ഷണ. ഇനി മുൻപേ ഓടി ആ വഴി കൂടെയാണ് കർത്താവ് വരുന്നതെന്ന് അറിഞ്ഞിട്ട് മരത്തിൽ പിടച്ചു കയറി. അപ്പം കർത്താവ് കൃത്യം മരത്തിന് താഴെ വന്നിട്ട് നോക്കി, സഖ്യവൂസേ ഇറങ്ങി വരൂ. ഈ ദൈവഹിതം ആരായിരിക്കും വെളിപ്പെടുത്തി കൊടുത്തത്? അത് ഗബ്രിയേൽ മാലാഖ ആയിരിക്കല്ലേ. ഇനി സ്വത്തിൽ എല്ലാം പകുതി എല്ലാവർക്കും ദരിദ്രർക്ക് വിറ്റു കൊടുക്കുകയാണെന്ന് പറയുന്ന അത്രയും ആന്തരിക സൗഖ്യം കിട്ടാൻ അത് റഫായേൽ മാലാഖയല്ലേ. ഇനി ബർത്തമീസിൻ്റെ ചരിത്രം കഥ എടുക്കുകയാണെങ്കിൽ, ബർത്തമീസ് അന്ധനാണല്ലോ, കാണാനൊന്നും പറ്റുന്നില്ല. അപ്പം അയാൾക്ക് ഒരു ബോധമുണ്ടായി, ഈശോ പോകുന്നെന്ന് അറിഞ്ഞു. കണ്ടിട്ടില്ല. നമ്മളാണ് കുറച്ചുകൂടി ഭാഗ്യവാന്മാർ. പരിശുദ്ധ കുർബാനയിൽ അപ്പത്തിൽ ഈശോയെ കാണുന്നില്ലേ? ആ ബർത്തമീസ് ഒന്നും കണ്ടിട്ടില്ല. എന്നിട്ട് ഒരു അറിവുണ്ടായി, ഈശോ പോകുന്നു. ഈ അറിവ് ആരാ പറഞ്ഞു കൊടുത്തത്? അത് ഗബ്രിയേൽ മാലാഖ ആയിരിക്കല്ലേ. മറ്റവർ ശകാരിച്ച് മിണ്ടാതിരിക്ക് എന്ന് പറഞ്ഞ് ശകാരിക്കുമ്പോൾ വല്ല കുരുത്തക്കേട് സംഭവിക്കാം അവിടെ. പക്ഷെ അപ്പം സംരക്ഷിച്ചത് ആരായിരിക്കും? അത് മിഖായേൽ മാലാഖ ആയിരിക്കും. ഇനി ഈശോ വന്നിട്ട് ഈശോ ഒരു ക്രമീകരണം കൊടുക്കും. വേറെ ആളുകൾ വന്ന് അവനെ വിളിക്കും, ഭയപ്പെടണ്ട, യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറയുന്ന ചിലർ ആ കൂട്ടത്തിലുണ്ട്. അത് ദൈവത്തിൻ്റെ ക്രമീകരണമാണ്. ഈശോ വന്നിട്ട് ചോദിക്കും, മകനെ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എനിക്ക് കാഴ്ച കിട്ടണം കർത്താവേ. കാഴ്ച കിട്ടിയില്ലേ? അപ്പം റഫായേൽ മാലാഖയുടെ സാന്നിധ്യം അതാണ് നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നമുക്ക് അങ്ങനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ഇവരുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നമുക്ക് പ്രയോജനപ്പെടുത്താം, മാലാഖയെ ഉപയോഗപ്പെടുത്താം. ഞാനിങ്ങനെ റഫായേൽ മാലാഖയോട് കുറിച്ചുള്ള ഒരു ചിന്ത ഇപ്രകാരമാണ്. നമുക്ക് പുറപ്പാട് 15:26 ഒരു വചനമുണ്ട്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഈ കൂട്ടത്തിൽ പലർക്കും രോഗമുള്ളവരുണ്ട്, രോഗികളായിട്ടുള്ളവരുണ്ട്, ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്, ICUയിൽ കഴിയുന്നവരുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ നിമിഷം ഈ റഫായേൽ മാലാഖ ആശുപത്രിയിലേക്ക് പോകാൻ പറയാം. കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് കത്തോലിക്ക വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് മാലാഖമാരോട് കൽപ്പിക്കാൻ സാധിക്കും, ഓ റഫായേൽ മാലാഖേ, പോകൂ ആശുപത്രിയിലേക്ക്. എന്നിട്ട് എൻ്റെ അപ്പനാണ് ആശുപത്രി കിടക്കുന്നത്, എൻ്റെ അപ്പൻ്റെ ചെവിയിൽ പറയ്, ഈ വചനദൂത്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പുറപ്പാട് 15:26 ആവർത്തിച്ച് പറയണമേ. അത് കേട്ട് എൻ്റെ അപ്പൻ സൗഖ്യം പ്രാപിക്കട്ടെ. സുന്ദരമായൊരു പ്രയോഗമല്ലേ, ഒരു രീതിയല്ലേ, ഒരു ജീവിത ശൈലിയല്ലേ. ഇതുപോലെ മാലാഖമാരെ പ്രയോജനപ്പെടുത്തണം. സ്വർഗം നമുക്ക് തന്നിരിക്കുക. നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന എന്തൊക്കെയാ? നമ്മുടെ വിശ്വാസ പരിശീലകർ, അച്ഛന്മാർ, മത അധ്യാപകർ, നമ്മുടെ മുതിർന്ന മാതാപിതാക്കളൊക്കെ നമുക്ക് തന്ന, സഭയിലൂടെ തന്ന, പള്ളിപ്പോണം, ഞായറാഴ്ച ആചരണം, കുമ്പസാരം, കുർബാന സ്വീകരണം, ഇതൊക്കെ തന്ന് പരിശീലിപ്പിച്ചിട്ട് നമ്മൾ നല്ല സുന്ദരമായിട്ട് കുടുംബ പ്രാർത്ഥനയൊക്കെ നടത്തി എല്ലാം ചെയ്ത് അങ്ങനെ ജീവിച്ച് വരുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും പോയി ദുരാചാരങ്ങൾ ചെയ്യുന്നു. മാലാഖയെ വിളിക്കുന്നതിന് പകരം ചരട് കെട്ടുന്നു. മാലാഖയെ വിളിക്കുന്നതിന് പകരം തോബിത്തിൻ്റെ പുസ്തകത്തിൽ കല്യാണാലോചനയുമായിട്ട് ബന്ധപ്പെട്ടാണ് റഫായേൽ മാലാഖയുടെ സാന്നിധ്യം കിടക്കുന്നത്. നമ്മൾ ഈ മാലാഖയെ വിളിക്കുന്നതിന്, സ്വർഗം തന്നിരിക്കുന്ന ഈ ഒരു സംവിധാനം ഉപയോഗിക്കുന്നതിന് പകരം ഭൂമിയിലെ വെറും മനുഷ്യർ, നമ്മുടെ വിശ്വാസ പരിശീലകർ പോലുമല്ല അവരുടെ വാക്കുകൾ, വഴിയിൽ നിൽക്കുന്നവരുടെ വാക്കുകൾ കേട്ടിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? സ്വർഗം നമുക്ക് സഭ തന്നിട്ടുണ്ട്, സഭയിലൂടെ പരിശീലകരെ തന്നിട്ടുണ്ട്, സ്വർഗത്തിൻ്റെ ദൂതന്മാരെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് പ്രയോജനപ്പെടുത്തില്ല. മണ്ടത്തരമായി പോയില്ലേ? പല അവസരങ്ങളിലും മാലാഖയെ സങ്കടപ്പെടുത്തിയില്ലേ? കളഞ്ഞില്ലേ? 19 വയസ്സുള്ള ഒരാളുടെ ജീവിതത്തിൽ 50 വർഷം വെറുതെ പോയില്ലേ? മാലാഖയെ പ്രയോജനപ്പെടുത്തൂ. അങ്ങനൊരു ദൈവിക ചിന്ത ഇന്ന് നമുക്കുണ്ടാകട്ടെ. കൂടെയുള്ള മാലാഖയെ സങ്കടപ്പെടുത്താതെ. ഇപ്പോൾ ബർമൂഡയിട്ടൊക്കെയാണല്ലോ പള്ളി വരുന്നത്, മാലാഖയ്ക്ക് സങ്കടമാവും. ദൈവസ്തുതി പാടാൻ വരുന്ന മാലാഖ അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. ബർമൂഡയിട്ട് പള്ളി വരിക, ബർമൂഡയിട്ടും സ്കാഫ് ധരിക്കാതെ കുമ്പസാരത്തിന് വരിക. പാട്ടുപാടാൻ വരുന്ന കുട്ടികൾക്ക് പോലും സ്കാഫില്ല. പാട്ടുപാടാനും വായന വായിക്കാൻ വന്ന സഹോദരനെ കണ്ടില്ലേ? ഒരു പ്രത്യേക വസ്ത്രമൊക്കെ ധരിച്ചല്ലേ വന്ന് വായിച്ചത്. അപ്പം പാട്ടുപാടാൻ നിൽക്കുന്ന കുട്ടികൾക്ക് പോലും തലയിലൊരു സ്കാഫ് പോലും ഇല്ല. കൂടെയുള്ള മാലാഖയ്ക്ക് ഭയങ്കര സങ്കടമാകിയല്ലേ? ഇങ്ങനെയാണോ ദൈവ ശുശ്രൂഷ ചെയ്യുന്നത്? ഇത്രയുള്ള പ്രാധാന്യം. ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന പരിശുദ്ധ മറിയം, ഞാൻ ഒരിക്കൽ പോലും പരിശുദ്ധ മറിയത്തെ സ്വർഗാരോപണം ചെയ്യുന്ന മാതാവിനല്ലാതെ, മുടിയഴിച്ചിട്ടിരിക്കുന്ന മാതാവ് അല്ലാതെ, മാതാവ് വസ്ത്രങ്ങൾ അണിയാതെ തല പോലും മറക്കാത്തൊരു മാതാവിൻ്റെ രൂപത്തെ ഞാൻ കണ്ടിട്ടില്ല. ഒരു ദൈവ
കാര്യത്തെ പരിശുദ്ധ മറിയം പൊന്നുപോലെ നിധി പോലെ സ്വീകരിക്കുന്നത് കണ്ടോ? നമ്മൾ ഈ ദൈവിക കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ അരൂപിയെ ചേർത്ത് വെക്കുന്നതിന് പകരം ലോകത്തിൻ്റെ അരൂപി കയറ്റിവെച്ചു, സെക്കുലറൈസേഷൻ. അതുകൊണ്ടെന്താ നമുക്ക് മിശ്ര വിവാഹമൊന്നും ഒരു പ്രശ്നമല്ല, നമുക്കൊന്നും പ്രശ്നമല്ല. ലോകത്തിൻ്റെ അരൂപി കയറ്റിവെക്കാൻ ദൈവിക സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തും, സഭയിലെ സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തും, സ്വർഗത്തിൻ്റെ സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തും. ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ്യം നമുക്കുണ്ടാകട്ടെ. ആമേൻ. ആത്മദാനമായി നൽകാൻ അപ്പവും വീഞ്ഞും ആശീർവദിച്ചനാ കൈകളിൽ നാദാ ഈടുന്നു എൻകളി പൂർണ്ണമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, കേണപേക്ഷിച്ചുകൊണ്ട് ഈ സ്തോത്രബലി ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. മാലാഖമാരുടെ ശുശ്രൂഷയാൽ അങ്ങേ മഹിമാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന ഈ ബലി പ്രീതിയോടെ സ്വീകരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കണോ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രധാന മാലാഖമാരിലും വിരാജിക്കുന്ന അങ്ങേ മഹത്വം അങ്ങേ പ്രഘോഷണത്താൽ പ്രകീർത്തിക്കുന്നത് ഉചിതമാണല്ലോ. എന്തെന്നാൽ മാലാഖ വൃന്ദത്തെ വിശ്വസ്തയോടെ വണങ്ങുമ്പോൾ അതിശയിപ്പിക്കുന്ന അങ്ങേ മഹത്വത്തിലേക്ക് തന്നെയാണ് അത് തിരികെ എത്തുന്നത്. അവരോടുകൂടെയുള്ള ഏറ്റവും പ്രതാപപൂർണമായ പ്രാഭവത്താൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് എത്രയേറെ മഹോന്നതനാണെന്നും എല്ലാറ്റിലുപരിയായി ആരാധിക്കപ്പെടേണ്ടവനാണെന്നും അങ്ങ് വെളിപ്പെടുത്തുന്നുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം
ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപവമങ്ങേ മഹിമകളാ നിറഞ്ഞുമകയും വിണ്ടലമോ. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റവും ധന്യരുമായി. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുമ്പവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആഖയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങ് പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്നും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഈ ലോകത്ത് എങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പായോടും രൂപിത അധ്യക്ഷനായ സഹായ ദാസ് മെത്രാനോടും വൈദികണത്തോടും സന്യസ്തരോടും വിശ്വാസികളുമൊത്ത് സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവും ഞങ്ങളുടെ നൽമരണ മധ്യസ്ഥനുമായ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പിതാവിനോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതരായ മാലാഖമാരോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം
നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവജ്ഞാനി ഞങ്ങളിൽ കനിഞ്ഞമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവജ്ഞാനി ഞങ്ങളിൽ കനിഞ്ഞമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവജ്ഞാനി ഞങ്ങൾ സമ്മാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയപ്പത്താൽ പരിപോഷിതരായി അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ ഭോജനത്തിൻ്റെ ശക്തിയാൽ ബലം പ്രാപിച്ച് ഞങ്ങൾ അങ്ങേ മാലാഖമാരുടെ വിശ്വസ്ത സംരക്ഷണത്തിൽ രക്ഷാമാർഗത്തിലൂടെ സുധീരം മുന്നേറുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു